നമസ്തേ, എൻ്റെ പേര് ഐമൻ മജിദ്. ന്യൂമറോളജി, പ്രോണോളജി, വാസ്തു, ശാസ്ത്രം, ടാരോട്ട്, പെൻഡുലം സയൻസ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഓക്കൾട്ട് സയൻസ് കൈകാര്യം ചെയ്യുന്നു. ഇന്ന് എൻ്റെ അനുഭവമാണ്, എൻ്റെ അനുഭവ കഥയാണ്. കുട്ടിച്ചാത്തനാണ് കഥാപാത്രം. നിങ്ങൾ ഓരോ ആൾക്കാരെയും ആരാധിക്കുന്നു, ഓരോരോ ദേവതകളെയും. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളെ ആരാധിക്കുന്ന ദേവതകളായിരിക്കും നിങ്ങൾ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ദേശദേവതയെ, നാട്ടിനടുത്തുള്ള ദേശദേവതകളെ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആരാധിച്ചു വരുന്ന ദൈവങ്ങളെ. ഇവരൊക്കെ നിങ്ങൾക്ക് സ്യൂട്ടബിളാണോ? സ്യൂട്ടബിളാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ട് കാണും. എന്നിട്ടും എന്തേ എല്ലാവരും ഇപ്പോഴും വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നത്? നമുക്ക് ന്യൂമറോളജിയിലൂടെ ഒന്ന് വീക്ഷിക്കാം. സ്വീകരിക്കുമോ സ്വീകരിക്കാതിരിക്കുമോ? എൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. നിങ്ങളെല്ലാവരുമായിട്ട് കൂട്ടുപിടിക്കുമോ? ഇല്ലല്ലോ. വഴിയെ പോകുന്നവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് തോളത്ത് കൈയിടത്തില്ല. അവർ നമ്മുടെ തോളത്ത് കൈയിടാൻ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മുടെ മനസ്സിൽ തോന്നും, ഇവരാൾ ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ മാറ്റും. ഈ വ്യക്തി കൊള്ളാം എന്നൊക്കെ തോന്നും. അതുപോലെയാണ് ദേവതകളെടുത്തും. വെറുതെ നാട്ടുകാർ ആരെങ്കിലും അയൽവാസികളോ കൂട്ടുകാരോ ആരാധിക്കുന്ന ദേവതകളെ നിങ്ങൾ ആരാധിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ മാതാപിതാക്കളുടെ രീതിയല്ല. നിങ്ങളുടെ മാതാപിതാക്കൾ അന്ന് ധരിച്ചിരുന്ന വസ്ത്രമല്ല ഇന്ന് നിങ്ങൾ ധരിക്കുന്നത്. അവരുടെ ആഹാര രീതിയല്ല, അവരുടെ ജീവിത രീതിയില്ല. അവർക്കന്ന് സൈക്കിൾ ചവിട്ടാൻ പോലും അറിയത്തില്ല. നിങ്ങളിപ്പോൾ ആഡംബര കാറിലൊക്കെയല്ലേ സഞ്ചരിക്കുന്നത്? ജീവിത രീതിയെ മൊത്തം മാറിയില്ലേ? അന്ന് മാതാപിതാക്കൾക്ക് ഞാൻ മലയാളികളെ കോൺസെൻട്രേറ്റ് ചെയ്താണല്ലോ മലയാള ഭാഷയല്ലേ. അന്ന് അവർക്ക് മലയാളം പോലും കഷ്ടിച്ചറിയില്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് എത്രയോ വ്യത്യസ്തമായ ഭാഷകൾ അറിയാം. അപ്പോൾ കാലഘട്ടത്തിൻ്റെ അനുസരിച്ചുകൊണ്ട് മാത്രം അവർ മാറുന്ന പോലെ തന്നെ ഈ ദൈവത്തിൻ്റെ കാര്യവും മാതാപിതാക്കൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ ഫോളോ ചെയ്യണം എന്നില്ല എന്നാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ കുട്ടിച്ചാത്തനാണല്ലോ നമ്മുടെ കഥാപാത്രം. കുട്ടിച്ചാത്തൻ എന്ന പേരിൽ 12 ലെറ്റേഴ്സുള്ള ഈ 12ൻ്റെ പ്രത്യേകത വന്നാൽ 12 നിങ്ങളുടെ പേരിൽ അക്കങ്ങളായിട്ട് വന്നാൽ മതി. നിങ്ങളുടെ ബാല്യകാലത്ത് പ്രയാസങ്ങൾ അനുഭവിച്ചു കാണും. നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എവിടെയെങ്കിലുമൊക്കെ. അത് നിങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളെ മറ്റുള്ളവർ ചൂഷണം ചെയ്യും. നിങ്ങളെ വെച്ചുകൊണ്ട് അവർ പണം ഉണ്ടാക്കുകയോ മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യും. നിങ്ങൾ നിഷ്ക്രിയരായിട്ട് നിൽക്കത്തേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് വലിയ പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ല, അറിവുള്ളവരാണെങ്കിൽ പോലും. ഇത് കുട്ടിച്ചാത്തൻ്റെ കഥ പറഞ്ഞാലും കുട്ടിച്ചാത്തൻ്റെ കഥ ആ വഴിക്ക് പോട്ടെ. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതാണ് നമ്മുടെ ഈ ന്യൂമറോളജി ക്ലാസ്. ഇത് പിന്നെ വേറെ കാര്യമുണ്ട്. ചില ആൾക്കാർ സ്വന്തം ഇസം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ടീമുകൾക്കൊന്നും ഈ ക്ലാസ്സിൽ പ്രവേശനമില്ല. ഇതെല്ലാം വ്യക്തമായിട്ട് കേട്ടിട്ട് മാത്രമേ കമൻറ്റ് കൊണ്ടുവരാവുള്ളൂ. അല്ലെങ്കിൽ തെറ്റില്ലാതെ മറുപടി ഞാൻ നൽകാൻ പ്രാപ്തനാണ്. കാരണം അല്പബുദ്ധികൾക്കുള്ളതല്ല ഈ മേഖല. ശരി. അപ്പോൾ കുട്ടിച്ചാത്തനകത്ത് 12 ലെറ്റേഴ്സ് വന്നപ്പോൾ നിങ്ങളുടെ ലെറ്റേഴ്സ് നിങ്ങളുടെ പേരിൽ അങ്ങനെ വന്നാൽ നിങ്ങൾ സൂക്ഷിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ സാക്രിഫൈസ് ചെയ്യരുത്. കാരണം നിങ്ങളെ ചൂഷണം ചെയ്യാൻ ഏറെ സാധ്യതകളാണ്. നിങ്ങൾക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള വലിയ ചിന്തയൊന്നുമില്ല. ഇനി കുട്ടിച്ചാത്തൻ്റെ കാര്യം എടുക്കുക. കുട്ടിച്ചാത്തൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ, ശിവനാണ്. കഥയാണ്. ഇതൊക്കെയായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. ശിവൻ ഒരിക്കൽ സഞ്ചരിച്ച സമയത്ത് കാട്ടിലൊരു പെൺകുട്ടിയെ കണ്ടു. അതീവ സുന്ദരിയായ കൂളിവാക എന്നൊരു പെൺകുട്ടി. കഥയാണ് കേട്ടോ, ഞാനായിട്ട് സൃഷ്ടിച്ചല്ല, പുരാണങ്ങളിലുള്ള. ആ പെൺകുട്ടിയുമായിട്ടൊന്ന് രമിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. കൂളിവാകയോട് പറഞ്ഞു, നീയുമായിട്ട് എനിക്ക് ഒന്ന് രമിക്കണം. ആ പെൺകുട്ടി ആദിവാസി മൂപ്പൻ്റെ മോളാണ്. പാർവതി ദേവിയെ അങ്ങേയറ്റം ആരാധിക്കുന്നു. പാർവതി ദേവിയോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്ന ദിവസം ഞാനിവിടെ വരും, നീ അന്ന് വരണം. കൂളിവാക ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പാർവതി ദേവി, അമ്മയുടെ ഭർത്താവായ മഹാദേവൻ എന്നെ സമീപിക്കുന്നു, ഇന്ന ദിവസം ഇന്നടുത്ത് വെച്ച് കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്? പാർവതി ദേവി പറഞ്ഞു, മകളെ നീ വിഷമിക്കണ്ട, ഞാനിതെല്ലാം മാനേജ് ചെയ്തോളാം. ആ പറഞ്ഞ ഡേറ്റിൽ പാർവതി ദേവി കൂളിവാകയുടെ വേഷത്തിൽ വന്നു. മഹാദേവൻ വന്നു. സ്വന്തം ഭാര്യയാണെന്നറിയാതെ കൂളിവാക എന്ന ആദിവാസി സ്ത്രീയാണ് എന്നുള്ള രീതിയിൽ അവരുമായിട്ട് രമിച്ചു. അങ്ങനെ കുറച്ച് സന്താനങ്ങളുണ്ടായി. അതിൽ ഏറ്റവും ഇളയ വ്യക്തിയാണ് കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ്റെ മഹാത്മ്യ പുസ്തകങ്ങളൊക്കെ എൻ്റെ ഉണ്ട് കേട്ടോ. അത് പഠിച്ചിട്ടാണ് പറയുന്നത്. വെറുതെ എൻ്റേതായ വായിൽ നിന്നൊന്നും സൃഷ്ടിക്കുന്നില്ല ഞാനായിട്ട്. അങ്ങനെ സൃഷ്ടിച്ച കുട്ടിച്ചാത്തൻ എന്തായാലും അന്ന് ആ പാർവതി ദേവി ചിന്തിച്ച് കാണുമല്ലോ. കൂളിവാകയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ സ്വന്തം ഭർത്താവായ മഹാദേവൻ എൻ്റെ അടുത്ത് ബന്ധപ്പെടുന്നത്. ആ അമ്മയ്ക്ക്, പാർവതി ദേവിക്ക് മാനസികമായിട്ട് വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയാണ് 12ാം തീയതി ജനിച്ച ആൾക്കാർക്ക് ഇതുപോലെയാണെന്നില്ല കേട്ടോ. നിങ്ങളുടെ അമ്മമാരെ പറ്റി അച്ഛന്മാരെ പറ്റിയല്ല പറയുന്നത്. അവർക്ക് എന്തെങ്കിലും ടൈപ്പ് ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നോ. മഹാദേവൻ ഒക്കെ എല്ലാം പോയി. പിന്നീട് കഥകളൊക്കെ വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. ഈ കുട്ടിച്ചാത്തൻ പേരിട്ടതിന് ശേഷം ഒരിക്കൽ അച്ഛനെ കാണാനും വേണ്ടി കൈലാസത്തിൽ ചെന്നു.
മഹാവിഷ്ണുവിൻ്റെ വേഷത്തിൽ അവിടെ ചെന്നപ്പോൾ അവിടെ കയറ്റത്തില്ല. അതിൻ്റെ പേരിൽ മഹാവിഷ്ണുവിൻ്റെ വേഷത്തിലാണ് അവിടെ ചെന്നത്. അതാണ് മഹാവിഷ്ണുമായ ചാത്തൻ എന്നൊക്കെ പറയുന്നത്. അവിടെ ചെന്നപ്പോൾ അച്ഛനും അമ്മയും കണ്ടു, പറഞ്ഞു, ശിവനും പാർവതിയും കണ്ടു. അവനെ ഇവിടെ നിന്നോളം പറഞ്ഞു. ചാത്തൻ പറഞ്ഞു, ഇല്ലച്ചാ, എനിക്ക് നാട്ടിൽ ധാരാളം പേർ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്, ഞാൻ അവരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ശരി. അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി അവർ കൊടുത്ത ചില ആയുധങ്ങളൊക്കെ ആയിട്ട് ഇങ്ങ് പോന്നു. ഈ ചാത്തൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അനീതിയെക്കെതിരായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അക്കാലങ്ങളിൽ നിന്നല്ല, ഈ ഇടക്കാലങ്ങളുടെ ഈ അടുത്ത ഇടയ്ക്ക് വരെയും ഈ കാർഷിക മേഖലയിൽ ജാതി തിരിച്ചുകൊണ്ട് തന്നെ എന്ന് പറയാൻ പറ്റും. ഞാൻ ഈ യുക്തിവാദിയൊന്നും അല്ല കേട്ടോ, ഇന്നലകളുടെ കേരള ചരിത്രത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ജാതി തിരിച്ചുകൊണ്ട് തന്നെ മേൽക്കോയ്മ, കർഷകൻ സാധാരണക്കാരൻ കൃഷി ചെയ്യുന്നു, കുളിയില്ല, നനയില്ല, വയറ് നിറച്ച് ആഹാരം പോലും കിട്ടത്തില്ല. അവൻ്റെ ജീവൻ ത്യജിച്ചുകൊണ്ട് മുതലാളിക്ക് വേണ്ടി, ഇപ്പോഴത്തെ കാലത്ത് ഈ മുതലാളി ഭരണം എന്നൊക്കെ പറയാൻ പറ്റും, മുതലാളിയൊക്കെ വേറെ വശം. അപ്പോൾ അവൻ്റെ യജമാനു വേണ്ടി ജോലി ചെയ്തിരുന്നു. യജമാനൻ അന്ന് ഐറ്റം കൽപ്പിച്ചിരുന്നു, ഇവൻ വിളവെടുക്കുന്നതെല്ലാം കൊണ്ട് യജമാൻ്റെ മുമ്പിൽ കൊണ്ട് കാഴ്ചവെക്കണം. ആണ്ടിലൊരിക്കൽ അവൻ എന്തെങ്കിലും ചെറിയ ആഹാരം കൊടുക്കും, അതേ ഉള്ളൂ. ഇത് കുട്ടിച്ചാത്തൻ പറഞ്ഞു, അത് പറ്റത്തില്ല, അത് അനീതിയാണ്. അതുകൊണ്ട് കർഷക തൊഴിലാളികളുടെ കൂട്ടത്തിൽ കുട്ടിച്ചാത്തനും കൂടി. അന്നത്തെ യാതന അനുഭവിക്കുന്നവരോട് ഇവർ രാത്രി കാലങ്ങളിൽ ജോലിയും കഴിഞ്ഞിട്ട് വന്നിട്ട് അന്നത്തെ കാലത്ത് ഇച്ചിരി മദ്യവും കഴിക്കുമല്ലോ സാധാരണക്കാരനായ ആൾക്കാർ, കർഷകരൊക്കെ. അവരൊക്കെ എന്തെങ്കിലും മത്സ്യവും മാംസവും കഴിക്കും. അവരുടെ ആചാര രീതി അനുസരിച്ചുകൊണ്ട് അവർക്കുള്ളത് മാത്രമേ അവർക്ക് കുട്ടിച്ചാത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ കഴിക്കുന്ന ആഹാര രീതി കുട്ടിച്ചാത്തിന് കൊടുത്തു, മദ്യവും മാംസം കൊടുത്തു. അതാണ് കുട്ടിച്ചാത്തിന് ഈ മദ്യവും മാംസവും ഇഷ്ടവിഭവമാണ്. ഈ ചാത്തൻ ആ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ നീതിക്ക് വേണ്ടിയിട്ടാണ് പോയത്. ആ നീതിയുടെ കണക്കിലേക്ക് നമ്മൾ വരികയാണ്. ചാത്തൻ്റെ പേരിൽ 41 എന്ന ലെറ്ററാണുള്ളത്, വാല്യൂ 41. 41 വന്നു കഴിഞ്ഞാൽ നമുക്ക് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഭൗതികമായ നേട്ടങ്ങൾ കിട്ടും. എല്ലാ രീതിയിലും കൂട്ടം ചേർന്ന് നേട്ടം. കുട്ടിച്ചാത്തിനെ ആരാധിക്കുന്ന പല ആൾക്കാർക്കും നേട്ടം കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാം, വ്യക്തമായിട്ടറിയാം, സ്പഷ്ടമായിട്ടറിയാം. ഇല്ല, കിട്ടാത്തവരുണ്ട്, കിട്ടിയവരും ഉണ്ട്. അപ്പോൾ 41ൻ്റെ നേട്ടം, ആ ദേവത, ആ മൂർത്തിയെ ആരാധിക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് നേട്ടം കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ 41ഉം 12ഉം കൂടി കുട്ടിച്ചാത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമായ 12ഉം കുട്ടിച്ചാത്തൻ എന്ന പേരിൽ 41 കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 53. 53 എന്ന് പറഞ്ഞാൽ 5 3 8 ശനീശ്വരനാണ്. അദ്ദേഹം നീതിമാനാണ്, നീതി നടപ്പാക്കുന്നയാളാണ്. അതീവ ജാഗ്രതയോടുകൂടി അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. ഈ 53 അപകടകാരിയാണ്. ശനീശ്വരൻ ആക്ച്വലി അപകടകാരിയാണ്. ശനി ദശ എന്ന് പറയുമ്പോൾ തന്നെ ഏത് നാനാജാതി മതസ്ഥർക്ക് പോലും പേടിയാണ്. വിശ്വാസമുള്ളവരായാലും ഇല്ലാത്തവരായാലും ശരി. ഏതെങ്കിലും ഒരു ജ്യോത്സ്യർ പറഞ്ഞാൽ മതി ഈ ശനിദശ വരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഭയം ഉണ്ടാകും. അപ്പോൾ 53 5 3 8 ശനീശ്വരൻ അപകടകാരി. അത് വളരെ അപകടത്തോടു കൂടി സൂക്ഷിക്കേണ്ടതാണ്. ഈ തന്ത്രശാസ്ത്രപ്രകാരം ഈശ്വരൻ്റേതായ തത്വങ്ങളാണ് ഈ 53 5 3 8. സാധാരണഗതിയിൽ 8 17 26 ഒക്കെ ഉണ്ടല്ലോ, 35 44. പക്ഷെ 53 തന്ത്രശാസ്ത്രപ്രകാരം ദൈവികമായ നമ്പറാണ്. നിങ്ങളുടെ പേരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നർ പവർ ഭയങ്കരമാണ്, നല്ല ലെവലിലാണ്. നിങ്ങൾക്കത്ര സുഖമായിട്ടല്ല ജീവിക്കുന്നതെങ്കിൽ ആ പവറിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നല്ല ഗുരുക്കന്മാരെ, അറിവുള്ളവരെ സമീപിച്ചാൽ അവർ നിങ്ങളുടെ ഇൻറ്റേർണൽ പവർ വർദ്ധിപ്പിച്ച് തന്നിരിക്കും. വളരെ പ്രശസ്തരാകാൻ പറ്റും. നല്ല ലെവലിൽ, ആത്മീയമായ ലെവലിൽ തന്നെ ജീവിച്ചുകൊണ്ട് ഭൗതിക നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയ നമ്പറാണ് മോസ്റ്റ് സ്യൂട്ടബിൾ സൂപ്പർ നമ്പർ 53. പക്ഷേ എന്തെങ്കിലും പരിപാടി മോശം കാണിച്ചാണല്ലോ നേരെ തല കുത്തി ഇടുകയും ചെയ്യും. ശനിയുടെ സ്വഭാവമാണ്. ഇനി 53 5 3 കൂടിയിട്ടാണല്ലോ 8 ചേർന്നിരിക്കുന്നത്. ഇവർക്ക് മാന്ത്രികമായ കാര്യങ്ങൾ, യോഗ, മാജിക്ക്, ശസ്ത്രം എന്നാൽ ആയുധം എന്നാണ് കേട്ടോ, ശാസ്ത്രമല്ല. ശാസ്ത്രം അറിയില്ലാത്ത പല ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയേറെ അവർക്ക് ഒരു പ്രത്യേകമായ രീതിയിൽ ഒരു ടാലൻറ്റഡ് പേഷ്യൻസാണ് അവർ, ഈ 53 വരുന്ന ആൾക്കാർക്ക്. മന്ത്രവിദ്യ,
യോഗ, മാജിക്ക്, ഇതൊക്കെ. ഈ വിഷ്ണുമായയെ ആരാധിക്കുന്ന ആൾക്കാർക്ക് ആയുധത്തിൻ്റെ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ, വിഷ്ണുമായയുടെ കയ്യിൽ ആയുധമുണ്ടല്ലോ. 2 കുറുവടി കണ്ടിട്ടില്ലേ? നിങ്ങൾ ചില വീഡിയോയിലെങ്കിലും കാണും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി. ഈ 2 കുറുവടി, ആ കുറുവടിയായിട്ട് ഇങ്ങനെ ഇട്ട് കുലുങ്ങിക്കൊണ്ടാണ്, നൃത്തമാടിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഡിക്ലെയർ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ കയ്യിലൊരു വടിയുണ്ട്. വിഷ്ണുമായയുടെ ഫോട്ടോ നിങ്ങൾ നോക്കിയാൽ മതി. കുട്ടിച്ചാത്തൻ്റെ ഫോട്ടോ കണ്ടാൽ അറിയാം. വടി ശാസിക്കാൻ വേണ്ടിയിട്ടാണ്. അധ്യാപകരുടെ കയ്യിൽ കാണത്തില്ലേ വടി? തെറ്റ് ചെയ്താൽ ശാസിക്കുക, അടിക്കുക എന്നുള്ളതാണ്. ശിക്ഷിക്കും. വേറെ ഒരു ദേവതകളുടെ കയ്യിലും ഇങ്ങനത്തെ ഈ വടിയില്ല. മറ്റുള്ള ഹൈന്ദവ ദേവതകളുടെ കയ്യിൽ മിക്കവരുടെയും കയ്യിൽ ആയുധങ്ങളുണ്ടാകും. അത് തിന്മയ്ക്കെതിരായിട്ട് പോരാടിക്കൊണ്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വടി കൊണ്ട് കൊല്ലാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പേരിൽ ഈ 53 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയേറെ സൂക്ഷിച്ചുകൊള്ളണം. ശനീശ്വരൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടണം. എല്ലാ ശനിയാഴ്ചകളും ചില പ്രത്യേക പ്രോസസ്സൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അന്ന് അദ്ദേഹം എന്തിനാണ് വടിയെടുത്തതെന്ന് വെച്ചാൽ, അധ്വാനിക്കുന്ന ആൾക്കാർക്ക് ശരിയായ രീതിയിൽ പ്രതിഫലം കൊടുക്കാതെ അന്നത്തെ മേൽക്കോയ്മയിലുള്ള ആൾക്കാർ ആ വിളവ് മുഴുവൻ എടുക്കുമായിരുന്നു. അത് കുട്ടിച്ചാത്തന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് അന്നത്തെ കാലത്തെ ആൾക്കാരെയൊക്കെ അദ്ദേഹം ശാസിക്കാൻ വേണ്ടിയിട്ടാണ് വടിയെടുത്തതെന്നാണ്. ഇതൊക്കെ കഥകളാണ്. നീതിക്ക് വേണ്ടി നിൽക്കുന്നു. നിങ്ങൾ 53കാരനാണെങ്കിൽ 8കാരനാണല്ലോ. അതെ, 8, 17, 26 ഈ 8ൻ്റെ ശ്രേണിയിൽപ്പെട്ട ആൾക്കാർ നിങ്ങൾ നീതിക്ക് വേണ്ടി നിൽക്കും. പക്ഷേ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കും. അഹങ്കാരിയാണ്, അഹംഭാവിയാണ്, കൊള്ളില്ല, അടുപ്പിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറയും. പക്ഷേ ആക്ച്വലി യു ആർ സ്റ്റാൻഡിങ് ഫോർ ജസ്റ്റിസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കുട്ടിച്ചാത്തനെ ഞാൻ ആരാധിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് വന്നത്. ആരാധിച്ചിരുന്നു. ഇവിടെ ദുബൈയിൽ ക്യുസൈസ് എന്ന് പറയും. ദുബൈയിലുള്ളവർക്കറിയാം. ക്യുസൈസിൽ നല്ല വിശാലമായൊരു റൂമിൽ, വിശാലമായ ഹാളിൽ, നല്ല മുഴുത്ത ഹാളായിരുന്നു. അവിടെ ഞാൻ അന്നത്തെ കാലത്ത് ഇവിടുത്തെ ഒരു 4500 ദിർഹം, 5000 ദിർഹം എന്ന് കണക്ക് കൂട്ടിക്കൂ. നാട്ടിലെ ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിൽ പൈസ കൊടുത്ത് ആ ഹാളിൽ ഒരു വിഷ്ണുമായയുടെ കുട്ടിച്ചാത്തൻ്റെ അമ്പലം പണിതതാണ്. ഇത് അനുഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ സ്വന്തം കഥയാണ് നിങ്ങളോട് പറയുന്നത്. ചാത്തൻ്റെ ക്ഷേത്രം പണിതു. എൻ്റെ കൂട്ടുകാരും പല ആൾക്കാരൊക്കെ വരുമായിരുന്നു. എല്ലാ രീതിയിലൊക്കെ അങ്ങ് പോവുകയായിരുന്നു. ചാത്തൻ്റെ വിഗ്രഹമൊക്കെ മേടിച്ചു. തൃശ്ശൂരുള്ള എൻ്റെ ഗുരുക്കന്മാരാണ് തന്നത്. കുട്ടിച്ചാത്തൻ്റെ വിഗ്രഹവും ആ കയ്യിലുള്ള ഇതും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. മൂലമന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു. ആരാധനയൊക്കെ നല്ല ലെവലിലായിരുന്നു കുട്ടിച്ചാത്തനെ ആരാധിച്ചത്. ഈ കുട്ടിച്ചാത്തൻ്റെ പേരിനകത്ത് ലെറ്റേഴ്സ് എത്രയാണ്? 12. എൻ്റെ പേരിൽ ഐമൻ അജിത്തിൻ്റെ പേരിനകത്ത് എത്രയാണ്? 13 ലെറ്റേഴ്സാണ്. നിങ്ങൾ കണക്കൂട്ടി അറിയാം. AJITTH ആണ് കേട്ടോ. AJITTH അല്ല, TH. ഈ 13 ലെറ്റേഴ്സും കുട്ടിച്ചാത്തൻ്റെ പേരിനകത്തുള്ള 12 ലെറ്റേഴ്സും കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 12 + 13 25. എനിക്ക് യോജിച്ച ടീം അല്ലായിരുന്നു അന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് 25 എപ്പോഴും ഒഴുക്കിക്കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ 13ൻ്റെ പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് വരെ ഇല്ലാത്ത തീരുമാനങ്ങളും അല്ലെങ്കിൽ നാട്ടിൽ നടപ്പാക്കാത്ത കാര്യങ്ങളും അവർ മുന്നോട്ട് കൊണ്ടുപോകും. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ഈ ചാനൽ സ്ഥിരം കാണുന്നവർക്കറിയാം. മറ്റുള്ള ചാനലിൽ ഒരു പകർപ്പ് നമ്മൾ എടുക്കത്തില്ല. നമ്മളുടേതായ രീതിയിൽ പ്രൊഡക്ടിവിറ്റി മാത്രമാണ്. ആരെങ്കിലും അല്ലാതെ അവിടെ പറഞ്ഞോ ഇവിടെ പറഞ്ഞോ എന്ന് ഞാൻ പറയാറില്ല. ഞാൻ സ്വന്തമായിട്ട് അനുഭവങ്ങൾ അവിടെ ഇവിടെ ഒരു ക്രൈം ഉണ്ടായാലും ശരി, എന്തുണ്ടായാലും ശരി, അതെല്ലാം വസ്തുനിഷ്ഠാപരമായി പഠിച്ചതിന് ശേഷം മാത്രം, അപഗ്രഥിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് ഇതെല്ലാം വിളമ്പുന്നത്. വേറിട്ട കാഴ്ചപ്പാടിലൂടെ ഈ 13 എന്ന നമ്പർ പോവുകയുള്ളൂ. നിങ്ങളിൽ 13 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറിട്ട ഇതുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് വലിയ സാംസ്കാരികമായിട്ട് ഉന്നതിയിലല്ലെങ്കിൽ എന്തിനും തർക്കിക്കുകയും കയറി വെറുതെ കയറി തർക്കിച്ചിട്ട് മറ്റുള്ളവർ തട്ടും കൊണ്ടുകൂടി പോരും. ഇപ്പോൾ ചില ആൾക്കാർ കമൻറ്റ് പറയുമ്പോൾ ഞാൻ അപ്പോഴേ തന്നെ റിയാക്ട് ചെയ്തില്ലേ. എൻ്റേതായ രീതിയിൽ എനിക്കറിയാം ഈ മേഖലയെക്കുറിച്ച് അറിയില്ലാത്ത ആൾക്കാരാണ് വന്ന് നെഗറ്റീവ് കമൻറ്റ് പറയുന്നത്. അവർക്ക് അപ്പോൾ തന്നെ ഞാൻ സുന്ദരമായിട്ട് മധുരത്തോടു കൂടി തന്നെ മറുപടി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് പറയാൻ വരുന്നവർ ദയവായിട്ട് സൂക്ഷിച്ച് വേണമെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. കാരണം എൻ്റെ മേഖലയെക്കുറിച്ച് എനിക്കറിയാമല്ലോ. നിങ്ങളല്ലെങ്കിൽ ആദ്യം ഏതെങ്കിലും ഒരു ഓക്കൾട്ട് സയൻസിൻ്റെ പുസ്തകം വായിക്കും. വെറുതെ വീമ്പ് പറഞ്ഞാൽ വരരുത്. നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സയൻസ് ശരിയാണോ? അമേരിക്കയിൽ ഒരു കാടുണ്ടെന്ന് ഞാൻ പറയാം, ഇന്ന ഭാഗത്ത്, അല്ലെങ്കിൽ ഡൽഹിയിൽ ഇന്ന ഭാഗത്തുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ പോയിട്ടില്ല. പോകാത്ത ആൾക്കാർ നിങ്ങൾ വല്ലതും അഭിപ്രായം പറയാൻ യോഗ്യരാണോ? ആദ്യമേ വസ്തുനിഷ്ഠ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് മാത്രം കമൻറ്റ് ചെയ്യാൻ വരിക.
അപ്പോൾ കുട്ടിച്ചാത്തൻ്റെ പേരിനകത്ത് 12, എൻ്റെ പേരിനകത്ത് 13 വന്ന നമ്പേഴ്സ് വന്നുകൊണ്ട് അതെനിക്ക് ചേരത്തില്ല, 25 വന്ന എൻ്റെ പേരിൽ. ഇനി കുട്ടിച്ചാത്തൻ്റെ പേരിനകത്ത് 43 വാല്യൂ. എൻ്റെ പേരിൽ അയ്മനാജ്യത്തിനകത്ത് 33, രണ്ടും കൂടിയാകുമ്പോൾ 74. 74 എന്ന് പറഞ്ഞാൽ 7 4 11, മൂൺ ചന്ദ്രൻ താഴെ കിടക്കത്തേ ഉള്ളൂ, വലിയ പുരോഗതിയും കിട്ടത്തില്ല. 15 ദിവസം വരുന്നു, 15 ദിവസം താഴേക്ക് പോകുന്നു, അമാവാസി പൗർണമി. അതാണ് എൻ്റെ പേരും കുട്ടിച്ചാത്തൻ്റെ പേരുമായിട്ട് കണക്കെടുത്തപ്പോൾ 74 വന്നപ്പോൾ 11 വന്നപ്പോൾ അത് തഥൈവ പുരോഗതി കിട്ടത്തില്ല. വീട്ടിൽ 1 ലക്ഷം രൂപ മുടക്കി അന്നത്തെ കാലത്ത് 1 ലക്ഷം രൂപ മുടക്കിയുള്ള പൂജാമുറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ എക്സ്ട്രാ മറ്റുള്ള ഐറ്റംസും, ഈ വിദ്യ പഠിക്കാനായിട്ട് വേറെ പൈസ, നാട്ടിൽ പോയി അവിടെ കംപ്ലീറ്റ് ചിലവൊക്കെ എടുത്ത് 2 ആഴ്ചയോളം കറങ്ങി നടന്നതിനൊക്കെ ചിലവൊക്കെ വേറെ. ഇത് 74 എന്ന് പറഞ്ഞാൽ മൂവിങ് മൈൻഡാണ്. മൂവിങ് മൈൻഡ് എന്നാൽ ചന്ദ്രൻ കണ്ടില്ലേ 15 ദിവസം വരുമല്ലേ, വരുന്നു. സൂര്യനാണ് നമുക്ക് സ്ഥിരമായിട്ട് കാണാം, ഒരേ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പവർ. ചന്ദ്രൻ അങ്ങനെയല്ലല്ലോ. അപ്പോൾ 74 മൂവിങ് പവർ. ഈ 74ൻ്റെ പ്രത്യേകത ആത്മപ്രശംസ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ അച്ഛൻ്റെ പേരോ അല്ല വീട്ടുപേരോ ഉൾപ്പെടെയാകുമ്പം 74 വന്നാൽ നിങ്ങൾ ആത്മപ്രശംസ നടത്തും. ഞാനും ചെയ്തിരുന്നു, കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, വിഷ്ണുമായ അല്ലെ കുട്ടിച്ചാത്തനെ ആരാധിക്കുന്ന ആളാണ്. കുട്ടിച്ചാത്തനെ ആരാധിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ ചിലപ്പം മറ്റുള്ളവർക്ക് എന്തോ ഒരു ഭയമാണ്. നിങ്ങൾക്കും ഇപ്പോൾ തോന്നുമല്ലോ, ചാത്തൻ സേവ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? പിന്നെ സേവയും ഉപാസനയായിട്ട് രണ്ടും രണ്ടാണ്. പല ആൾക്കാരും നിങ്ങൾ ആരാധിക്കുന്ന ദേവതകളെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും പറയത്തേ, അവനെനിക്കിട്ട് അങ്ങനെ ചെയ്തു, അവനിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. നിങ്ങൾ ജസ്റ്റ് ആരാധിക്കുന്നതേ ഉള്ളൂ. ദേവതകളെ ഉപാസിക്കണം, ഉപാസിച്ചാലേ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവുകയുള്ളൂ. വഴിയെ പോകുന്ന അങ്ങനെ എത്ര പേരുണ്ട്, എല്ലാവരുടെയും കാര്യങ്ങൾ ഏറ്റെടുക്കത്തില്ലോ. നമ്മൾ ആരോടെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം. ഫ്രണ്ട്ഷിപ്പിനെ ഒരു ഭാഷയായിട്ട് എടുക്കാൻ പറ്റും ഉപാസന. അങ്ങനെ ഉപാസന നടത്തുന്ന ദേവതകളെ നമ്മൾ ഒരിക്കലും സേവാമൂർത്തിയായിട്ട് എടുക്കരുത്. സേവാമൂർത്തികളെ കണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയുള്ളൂ. അതൊക്കെ ഇതിൻ്റെ താന്ത്രിക വിദ്യയുടെ ഭാഗങ്ങളാണ്. ഇതിനകത്ത് ഇടയ്ക്കെന്ന് കയറ്റി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങൾ ആരാധിക്കുന്ന ദേവതയോട് പറയും, പരാതി പറയും, മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയാതെ പറഞ്ഞു പോകും. അങ്ങനെ ചെയ്യരുത്, അത് കടുത്ത ദോഷമാണ്. ഉപാസനാമൂർത്തിയോട് അങ്ങനെ പറയാൻ പാടില്ല. അതിനായിട്ടാണ് എല്ലാവർക്കും സേവ ചെയ്യാനും പറ്റത്തില്ല, എല്ലാവർക്കും എല്ലാ സേവയും പറ്റത്തില്ല. ഇനി 74 7 ആരാണ്? കേതുവാണ്. 4 രാഹുവാണ്. 7 4 കൂടി ചേർന്നല്ലോ, അവർ രണ്ടുപേരും അസുരന്മാരാണ്. 2 ആസുരിക ശക്തികളാണ് 7 4 കൂടി ചേർന്നത്. അങ്ങനെയാണ് 2ലേക്ക് വരുന്നത്. ആസുരിക ശക്തിക്ക് പവറുണ്ട്, പക്ഷേ ടെമ്പററിയാണ്. അത് എക്സ്റ്റേണലായിട്ട് എപ്പോഴും കാണിക്കാൻ പറ്റത്തില്ല, സമൂഹ മധ്യത്തിൽ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 74 ആക്ച്വലി നെഗറ്റീവ് നമ്പറാണ്. നിങ്ങളുടെ പേരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ മാറ്റാനായിട്ട് ശ്രമിക്കണം. തുടക്കത്തിലേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് നേട്ടം കിട്ടും, പക്ഷേ പിന്നീട് നിരാശയാണ്. ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ പൗർണമിയിലേക്ക് പോകുന്നതോറും നമുക്ക് സന്തോഷമാണ്. പൗർണമി കഴിഞ്ഞാൽ കണ്ടില്ലേ അമാവാസിയിലേക്ക് പോകില്ലേ. അപ്പോൾ തുടക്കത്തിൽ നല്ല ഉയർച്ചയും പിന്നീട് അധപ്പതനവുമാണ്. 74 എന്ന നമ്പർ നിങ്ങളുടെ പേരിൽ അതുണ്ടെങ്കിൽ മാറ്റണം. പിന്നെ ഇത് മതപരമായ കാര്യങ്ങൾക്കൊക്കെ നല്ലത് കേട്ടോ. 2 3 അങ്ങനെ കുട്ടിച്ചാത്തൻ എന്ന പേരിൽ ഞാനുമായിട്ട് ഒരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. എനിക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കുട്ടിച്ചാത്തൻ്റെ കാര്യത്തിൽ. ഈ കുട്ടിച്ചാത്തൻ അറിയപ്പെടുന്നത് മഹാവിഷ്ണുവായ ചാത്തൻ എന്നാണ്. നമ്മളെ എളുപ്പം പറയുന്നതാണ് കുട്ടിച്ചാത്തൻ. പണ്ട് മുതലേ ഒരു ബാഡ് മാർക്ക് വന്നു, ബാഡ് ഇമേജാണ് കുട്ടിച്ചാത്തനെ, വലിയ പ്രശ്നക്കാരനാണ്. പക്ഷേ മഹാവിഷ്ണുവായ ചാത്തനാണ് ശരിയായ പേര്. എൻ്റെ ആധികാരികമായ ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ട്, അത് വെച്ച് പറയുന്നതാണ്. മഹാവിഷ്ണുവായ ചാത്തനകത്ത് അക്ഷരങ്ങളുടെ എണ്ണം 21. അയ്മനാജ്യത്തിൻ്റെ പേരിൽ 13. 21 13 കൂടി ചേരുമ്പോൾ എത്രയാണ്? 34. ഞങ്ങൾ തമ്മിലെ കോമ്പിനേഷൻ ശരിയല്ലായിരുന്നു. ഇപ്പോഴല്ല, പണ്ടത്തെ കാര്യം പറഞ്ഞത്. ഇപ്പോഴില്ല. 34 വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക പുരോഗതി കിട്ടത്തില്ല. നിങ്ങളും ആരാധിക്കുന്ന ദേവതയാണ്. ഈ ചാനൽ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ചാത്തനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ദേവതയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണവും അതിൻ്റെ വാല്യൂമൊക്കെ കണക്ക് കൂട്ടിയിട്ട് നോക്കണം. സ്യൂട്ടബിൾ അല്ലെങ്കിൽ അതങ്ങ് വിട്ടേക്കണം. മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ മുന്നോട്ട് പോയിട്ട് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങളോ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആ ദൈവത്തെ പഴിക്കത്തേ ഉള്ളൂ. യത്തിഷ്ഠമായി തീരും. യത്തിഷ്ഠ മീൻസ് യുക്തിവാദിയായി തീരത്തേ ഉള്ളൂ നിങ്ങൾ.
ഈ ദൈവത്തെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും. അങ്ങനെയല്ല, നിങ്ങളതുകൊണ്ട് എപ്പോഴും സ്യൂട്ടബിളായിട്ടുള്ള ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ പേരിൻ്റെ എത്ര അക്ഷരങ്ങളുണ്ട്, ആ ദേവതയ്ക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട്, നിങ്ങളുടെ പേരിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം, ദേവതയുടെ പേരിൻ്റെ വാല്യൂ അറിയാം. അങ്ങനെ കണക്ക് കൂട്ടി പോവുക. അല്ലാതെ വെറുതെ മിഥ്യയായിട്ട് ദൈവത്തെ ആരാധിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ 34 സാമ്പത്തിക പുരോഗതി ഇട്ടില്ല. ഭാഗ്യ നമ്പർ അല്ലല്ലോ അത്. ഈ 34ൻ്റെ ഒരു പ്രത്യേകത. ഇനി നിങ്ങളുടെ പേരിൽ 34 ഉണ്ടെന്ന് വയ്ക്കുക, വാല്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മദ്യത്തിന് അടിമയാവും. ഞാൻ ഒരു കാലത്ത് മദ്യത്തിന് അടിമയായിരുന്നു. മദ്യത്തിന് അടിമയെന്ന് വെച്ചാൽ ബാറിൽ പോയി ഒന്നും കഴിക്കത്തില്ല, എങ്ങും പുറത്ത് പോയി കഴിക്കത്തില്ല. വിഷ്ണുവായിക്ക് ഇറച്ചിയും കോഴിക്കറിയൊക്കെ വെക്കണ്ടേ, ഇതെന്താ മദ്യം വെക്കണ്ടേ? എനിക്ക് വേണ്ടി മാത്രമല്ല, പല ആൾക്കാരും കൊണ്ട് കുപ്പി കൊണ്ട് തരും. ഇവർ പിന്നെ കൊണ്ടുപോകത്തില്ലല്ലോ. അപ്പോൾ മദ്യം ഇരിക്കുമ്പോഴേക്കും മനുഷ്യനല്ലേ, മനുഷ്യ സഹജമായ രീതിയിൽ മദ്യം കഴിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും. അങ്ങനെ ഞാൻ മദ്യം സ്ഥിരമായിട്ട് കഴിച്ചിരുന്നു. പിന്നെ വെച്ചം വന്നപ്പോൾ പിന്നെ നാത്തൂറിന് കൊടുക്കും. നാത്തൂർന്ന് വെച്ചാൽ നമ്മുടെ ആ ബിൽഡിങ്ങിൻ്റെ സെക്യൂരിറ്റിക്ക് അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പം മദ്യത്തിനോടുള്ള ടെൻഡൻസി ഉണ്ടാകും. നിങ്ങളുടെ പേരിൽ 34 ഉണ്ടെങ്കിൽ, സ്ത്രീ ആയാലും പുരുഷനായാലും ശരി, മദ്യത്തിന് അടിമ വരെ ആകാം നിയന്ത്രണമില്ലെങ്കിൽ. ഞാനിതിൻ്റെ മുൻപുള്ള കാര്യമാണ് പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. മദ്യലഹരിക്കുക, അമിതമായ ആവേശമുണ്ട്. പിന്നെ പിന്നീട് മനോബലം ഉണ്ടാകും. അനുഭവങ്ങളിലൂടെ, കഷ്ടനഷ്ടങ്ങളിലൂടെ നമുക്ക് പിന്നീട് അനുഭവിച്ച് മനോബലം ഉണ്ടാകും. ശരിയാ, വിഷ്ണുവായെ ആരാധിക്കുന്ന ആൾക്കാർക്ക്, ചാത്തനെ ആരാധിക്കുന്ന ആൾക്കാർക്ക് ഒരു മനോബലമുണ്ട്. എന്തു വന്നാലും ആ ദേവത എൻ്റെ പിന്നിലുണ്ടെന്നുള്ളൊരു ധാർഷ്ട്യം, അതാണ് മനോബലം ഉണ്ടാകും. പിന്നെ അകത്ത് കള്ളുമല്ലേ കിടക്കുന്നത്. കള്ള് കിടക്കുമ്പോൾ പിന്നെ ആരെയും എടുത്ത് അലക്കുമല്ലോ. ഇതൊക്കെയാ മനോബലത്തിൻ്റെ മറ്റൊരു കാര്യം. ഞാൻ ആരെയും കളിയാക്കില്ല, ഇത് എൻ്റെ അനുഭവമാണ്. വിഷ്ണുവായെ കുട്ടിച്ചാത്തനെ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ആ ഗ്യാങ്ങിനെയൊക്കെ എനിക്കറിയാം. ഇത് കണ്ടുകൊണ്ട് ആരെങ്കിലും വന്ന് പറയരുത്, എൻ്റെ അനുഭവമാണ്. ഇനി മഹാവിഷ്ണുമായ ചാത്തൻ്റെ വാല്യൂ, പേരിൻ്റെ അക്ഷരങ്ങളുടെ വാല്യൂ 68. ഐമനവാജ്യത്തിൻ്റെ പേരിൻ്റെ വാല്യൂ 33. 68ഉം 33, അതെ 33. ഈ 68 വന്നു കഴിഞ്ഞാൽ ഭയങ്കര ദേവാംശമുള്ള നമ്പറാണ്, ഭയങ്കര പോസിറ്റീവാണ് നമ്പർ. 6 8 കൂടി ചേരുന്നത് 8 6 14, 4 1 5. വിഷ്ണുമായയുടെ അവിടെ കണ്ടില്ല, ഇഷ്ടം പോലെ പണമുണ്ട് അവർക്ക് അവിടെ. 68ൻ്റെ പ്രത്യേകതയാണ്. സ്വത്ത്, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ. വിഷ്ണുമായി ആരാധിക്കുന്ന ഈ പെരുങ്ങോട്ടുകരയിലൊക്കെ നിങ്ങൾ ചെന്നാൽ അറിയാം, കൊട്ടാര സദൃശ്യമായ വീടുകളാണ് അവർക്ക്. പണം എവിടുന്ന് കിട്ടുന്നുള്ളതല്ല, ഭക്തന്മാർ കൊണ്ട് കൊടുക്കുന്ന. 68നെ ആരാധിച്ചുള്ള ഇതാണ്. സ്യൂട്ടബിൾ ആണെങ്കിൽ, ഞാനവിടെ പോയപ്പോൾ അവിടെ അന്നത്തെ കാലത്ത് തന്നെ എത്രയോ വിലപിടിപ്പുള്ള വാഹനങ്ങളാണ് അവിടെ കിടക്കുന്നത്. കാനാടി മഠത്തിലൊക്കെ, ഈ പെരുങ്ങോട്ടുകരയിലൊക്കെ ഭക്തന്മാർ കൊടുക്കുന്നതാണ്, അവർ പിടിച്ചു മേടിക്കുന്നതല്ല. 68ൻ്റെ പ്രാധാന്യം, എല്ലാവിധ സ്വത്തുക്കളും സമ്പത്തും സമൃദ്ധിയായിട്ടുണ്ടാകും, സന്തോഷമെല്ലാം ഉണ്ടാകും. അതാണ് 68. ബഹുജന സമ്പർക്കം, അവിടെ എത്രയോ സമൂഹത്തിലെ വ്യത്യസ്തരായ ആൾക്കാരെ വരുന്ന പൊളിറ്റീഷ്യൻസ്, സെലിബ്രിറ്റീസൊക്കെ അവിടെ വരാറുണ്ട്. 68 കാരണമാണ് അങ്ങനെ വന്നത്. വിജയം. പിന്നെ ഇതിനകത്ത് യോഗസിദ്ധി പറയുന്നുണ്ട്. യോഗം മറ്റുള്ള ദേവതകളെ പോലെയല്ല, ഇവർക്ക് ഈ പ്രത്യേകമായ യോഗം. മറ്റുള്ള ദേവതകളുടെ അടുത്ത് നിന്ന് നമ്മൾ കൈയും കൂപ്പി ഇങ്ങനെ പറയും, ഭഗവാനെ അത് തരണേ ഇത് തരണേ എന്ന് ഇങ്ങനെ പറയും. പക്ഷേ ഇതങ്ങനെയല്ല. അവിടെ ആ ദേവതയായിട്ട് കുട്ടിച്ചാത്തിൻ്റെ ഭാവത്തിൽ ആ എനർജി വരുന്ന അവിടെയുള്ള വ്യക്തിക്ക് ഒരു പ്രത്യേകമായ യോഗസിദ്ധി കിട്ടിയിരിക്കും. അതും 68ൻ്റെ പ്രത്യേകത. നിങ്ങളുടെ പേരിൽ 68 ഉണ്ടെങ്കിൽ ആത്മീയമായ ആ പവർ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചാൽ വളരെയേറെ ഗുണം ചെയ്യും. നിങ്ങളുടെ പേരിൽ 68, നിങ്ങളുടെ പേര് മാത്രം വേണമെന്നില്ല, പേരിൽ അച്ഛൻ്റെ അമ്മയുടെ പേരോ അല്ലെങ്കിൽ വീട്ടുപേര് ഉൾപ്പെടെ ആയാലും മതി. 68 ദൈവത്തിൻ്റെ മർമ്മ നമ്പറാണ്. ആ 68ൻ്റെ കൂട്ടത്തിൽ അതായത് മഹാവിഷ്ണുമായ ചാത്തൻ എന്ന പേരിലെ 68ൻ്റെ വാല്യൂവിൻ്റെ കൂടെ ഐമനാജ്യത്തിൻ്റെ 33 കൂടി ചേർന്നപ്പോൾ 68 33 കൂടി ചേർന്നപ്പോൾ 101, 102. അല്ലെങ്കിൽ 68ന് 6 8 14 എടുക്കാം, ഷോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് കണക്ക് കൂട്ടാനായിട്ട്. 33 ആകുമ്പോൾ 6, 14 6 20. 20ന് ഭൗതിക നേട്ടം കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. പറഞ്ഞില്ലേ, ചന്ദ്രനെ പോലെയാണ്, വന്നും പോയി ഇരിക്കും, എന്നും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ശുഭപ്രതീക്ഷയിലൂടെ കാത്തിരിക്കും. ചാത്തനെ ആരാധിച്ചാൽ എനിക്കിപ്പോൾ അത് കിട്ടും ഇത് കിട്ടും എന്നുള്ള ചിന്തയിലിരിക്കും. ഇങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ചാത്തനെ ആരാധിച്ചിട്ട്
ഇതേ രീതിയിൽ വന്നിരിക്കുന്നവർ. ഞാനും അങ്ങനെയായിരുന്നു. എൻ്റെ സ്വന്തം അനുഭവം ഒരു മറയുമില്ലാതെയാണ് ഇവിടെ പറയുന്നത്. കാരണം അടുത്ത തലമുറയെങ്കിലും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിലേക്ക് പോകുമ്പോഴൊന്ന് സൂക്ഷിക്കണം. ഈശ്വര വിശ്വാസികളാണ് കേട്ടോ. വിഷ്ണുമായുടെ ഫോട്ടോ ഇവിടെ വെച്ച് ഞാൻ ആരാധിക്കുന്നുണ്ട്, ആ മൂലമന്ത്രം ജപിക്കാറുണ്ട്. പക്ഷെ പഴയ പോലെ കടുത്ത ആരാധനയില്ല, ഇറച്ചി മീനും എല്ലാം വെച്ചുള്ള ആരാധനയില്ല. കാരണം അത്ര ശരിയല്ല. കാരണം ഞങ്ങൾ തമ്മിൽ യോജിപ്പില്ല. യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൗതികമായ അധികം നേട്ടം കിട്ടത്തില്ല. കാരണം 20ൻ്റെ സാന്നിധ്യം വരുന്നത്, 2ൻ്റെ സ്വാധീനം വരുന്നത്. അപ്പം നിങ്ങൾ സ്വയമായിട്ട് ചിന്തിക്കുക. ചാത്തനെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഫിഗേഴ്സൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ അങ്ങ് വിട്ടേക്കുക. അനുയോജ്യമായ ദേവതയെക്കുറിച്ച് നമുക്ക് നാളത്തെ അടുത്ത ചാനലിൽ പറയാം. നിങ്ങൾക്ക് ഏത് ദേവതയാണ്, ഏത് മൂർത്തിയാണ്, ഏത് പ്രകൃതി ശക്തിയാണ് അനുകൂലമെന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ചിന്തിക്കുക, ഞാൻ വിശ്വസിക്കുന്നത് ഹൈന്ദവ മതത്തിലാണ് എന്നെ വളർത്തിയത്. ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്നതും ആ വിശ്വാസത്തിലാണ്. മറ്റുള്ള ചില മതസ്ഥർക്ക് ഏകദൈവ വിശ്വാസികളാണ്, അവർക്ക് പറ്റത്തില്ലായിരിക്കും. ഞാൻ പഠിച്ച കാര്യമില്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു അലോപ്പതി ഡോക്ടറിന് അലോപ്പതി, അതായത് മോഡേൺ മെഡിസിൻ്റെ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ, ആയുർവേദത്തിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല. ഒരു ആയുർവേദ ഡോക്ടർ ഹോമിയോ ഡോക്ടറിനെ പറ്റിയോ അല്ലെങ്കിൽ ഹോമിയോ മെഡിസിനെ കുറിച്ചോ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനെ കുറിച്ചോ പറയാൻ പറ്റത്തില്ല. അവനവൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് കിട്ടിയിരിക്കുന്ന തറപ്പിച്ചുള്ള രൂഢമായ അനുഭവങ്ങളാണ് ഈ പറയുന്നതെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ ഈ എൻ്റെ പേരിൽ ഇങ്ങനെ 20 വന്നതിൻ്റെ പേരിൽ പ്രതീക്ഷകളോടെ മുന്നോട്ട് പോകും, പക്ഷേ പ്രയോജനം കാര്യമായിട്ടില്ല. അങ്ങനെ കുട്ടിച്ചാത്തൻ്റെ അടുത്ത് ഞാൻ അങ്ങ് വിട പറഞ്ഞായിരുന്നു. നാളെ നമുക്ക് ഏത് ദേവതയാണ് അനുയോജ്യമെന്ന് ന്യൂമറോളജിയിലൂടെ കണ്ടുപിടിക്കുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ എന്നെപ്പറ്റി തന്നെ സ്വയമായിട്ട് പഠിച്ചിരുന്നു. എൻ്റെ കാലശേഷം മാത്രമേ ഈ ചാനൽ ശരിക്കും സ്പ്രെഡാവുള്ളൂ. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കാണുന്നില്ലെന്നല്ല, ഇപ്പോഴല്ല, ഒരു 5-10 വർഷം കഴിയുമ്പോൾ ഈ വീഡിയോ ചാനലൊക്കെ ശരിക്കും ഭംഗിയായിട്ട്, ശരിക്കും ഇതിനെ ഒരു പഠനമായിട്ട് ആൾക്കാരെടുക്കും. ചരിത്രം അങ്ങനെ പലതും കാണിച്ചിട്ടുണ്ട്. ഇത് പഠന ക്ലാസ്സായിട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. എൻ്റെ കാലശേഷമാണ് കേട്ടോ, ജീവിച്ചിരിക്കുമ്പോഴല്ല. അല്ലെങ്കിൽ വേണ്ട, മിനിമം ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇത് വളരെയേറെ ഇതായിട്ട് പോകും. നിങ്ങളുമായിട്ട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ തലമുറയിൽപ്പെട്ട നിങ്ങളോടൊപ്പം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയല്ലോ. ഈ സയൻസ് ഒളിഞ്ഞും പാത്തും കിടക്കുന്ന പല പല സയൻസും, ഇത് വേറെ ആരും നിങ്ങൾക്ക് വേറെ ഒരു ചാനലിലൂടെ ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ കിട്ടത്തില്ല. നിങ്ങൾ കാണുന്ന ചാനലൊക്കെ മറ്റുള്ളവനെ തെറി പറയുക, അതല്ലേ ഇഷ്ടം. ഈ നെഗറ്റീവ് ചാനലിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫും വെറുതെ പോകത്തേ ഉള്ളൂ. ഓരോ നിമിഷവും വർത്തായിരിക്കണം. ടു ഗെറ്റ്സ് മോർ നോളജ്, അപ്ലൈ ഇൻ യുവർ ലൈഫ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.